പെരിങ്ങോട്ടുകുറിശി ശ്രീ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഞങ്ങൾ ചിത്രീകരിച്ച രണ്ടാം ഭാഗം ഭക്തർക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. കാണുക. ശ്രീമദ് ഭാഗവതം എല്ലാവരും പഠിക്കുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഓരോ വീടുകളിലും ശ്രീമദ് ഭാഗവത ഗ്രന്ഥമുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഭോഗം ദൃശാം ദൃശ്യമതാം അഖിലാർദ്ധലാഭം ത്വയ്യച്യുതാവിശതി ചിത്തമപത്രഭം മേ. ഭുവനൈക സുന്ദര എന്നാണ് സംബോധന ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ സൗന്ദര്യം ഉണ്ടാക്കുന്നു എന്നാണ് ആ വാക്കിനർത്ഥം. അല്ലെങ്കിൽ ലോകൈക സുന്ദരം എന്ന് വേണമെങ്കിലും പറയാം. ആ സംബോധനയിൽ തന്നെ ഭഗവാന്റെ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്നിട്ടൊരു രുക്മിണീദേവി പറയാണ്, അവിടുത്തെ ആ ഗുണഗണങ്ങൾ കേട്ട് എൻ്റെ മനസ്സ് ഭഗവാൻ ലയിച്ചിരിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, കാത്വാമുകുന്ദ മഹതീ കുലദേവിഷ യാത്ര. ആ രുക്മിണീദേവിയുടെ ആ സന്ദേശത്തിലുള്ള വാക്യങ്ങൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കന്യക താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുലമഹിമ ഉണ്ടാകണം, അതുപോലെ തന്നെ സ്വഭാവ ഗുണം ഉണ്ടാകണം, സൗന്ദര്യം, വിദ്യ, കാരുണ്യം, ഐശ്വര്യം, വീര്യം, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് അവിടുന്ന്. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് മനസ്സിൽ ലയിച്ചുകൊണ്ട് ഒരു തെറ്റുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഗുണങ്ങളും അങ്ങേ തികഞ്ഞിട്ടുണ്ട്. പിന്നീടും രുക്മിണീദേവി പറയുകയാണ്, അവിടുന്ന് എന്നെ സ്വീകരിച്ച് സനാഥിയാക്കി തീർക്കണം. അപ്പോൾ എനിക്ക് നാഥനില്ല. നാഥനുണ്ടാകാൻ പോകുന്നത് ശിശുപാലനാണ്. ആ ശിശുപാലന് എനിക്ക് താല്പര്യമില്ല. അവിടുന്ന് വേണം എൻ്റെ നാഥനാകാനായിട്ട്. അവിടെ എന്നെ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ധീരാപതിം കുലവതി എന്ന പ്രണീത കന്യാകാലേ സിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ കലുവൃത പതിരംഗജായാം ആത്മാപിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാം വീരഭാഗമഭിമർശുത ചൈത്യാരാൽ ഗോമായിവൻ മൃഗമതേർ വെലിമമ്പു ചക്ഷാം. പിന്നെ എന്നെ സ്വീകരിച്ചാൽ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീധനമൊക്കെ ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. വീട്ടുകാർ പോലും താല്പര്യമില്ലാത്ത വിവാഹമല്ലേ. തൻ്റെ ജ്യേഷ്ഠൻ ശിവാലിന് നിശ്ചയിച്ച വിവാഹമാണ്. അപ്പോൾ അവിടത്തേക്ക് വിവാഹം കഴിക്കുമ്പോൾ എനിക്കൊന്നും തരാൻ സാധിക്കില്ല. പിന്നെ എന്താ എൻ്റെ കയ്യിലുള്ളത്? ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ആർജിച്ചിട്ടുള്ള പുണ്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതവിടുന്ന് സ്വീകരിച്ചോളൂ. അത് മാത്രമേ എനിക്ക് തരാനുള്ളൂ എന്നാണ്. അതുമാത്രമല്ല, സിംഹഭാഗം കുറുക്കൻ കൊണ്ടുപോകാൻ ഇടയാകരുതെന്നാണ്. ഒരു സിംഹം ഒരു മൃഗത്തെ വേട്ടയാടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും കഴിക്കില്ല എന്നാണ്. ഹൃദയം, തലച്ചോറ്, അതുപോലെയുള്ള പ്രധാന ഭാഗങ്ങളൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ കുറുക്കൻ അങ്ങനെയല്ല, അതിൻ്റെ സമൂലം കഴിക്കും. അപ്പോൾ സിംഹത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന കുറുക്കൻ കൊണ്ടുപോയാലോ എൻ്റെ നാണക്കേട് ആർക്കാണ്? സിംഹത്തിനല്ലേ. അതുകൊണ്ട് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ശിശുപാലൻ എന്നെ തട്ടിക്കൊണ്ടുപോയാൽ ഭഗവാനല്ലേ എൻ്റെ കുറച്ചിൽ. അതുകൊണ്ട് അതുണ്ടാകാതെ സൂക്ഷിച്ചോളൂ. ഞങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ഞാൻ തലേ ദിവസം വരാം, ആരും കാണാണ്ട് രാത്രിയിൽ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ എന്നാണ് ഭാവമെങ്കിൽ അതും സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. ആരാധിതോ യതി ഗദാഗ്രജയേത്യവാണിം കിർണാദമേന ദപഘോഷസുധാതയോന്യേ ശോഭാവീത്വമജിതോദ്ഗഹനേ വിദർഭാൻ കുപ്തസമേത്യ പ്രതനാപതിഭിപ്പരീത. പിന്നെന്താ ചെയ്യേണ്ടത്?
സകല യുദ്ധസന്നാഹങ്ങളുമായിട്ട് വരണം. എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ആ രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് അവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വീര്യശുദ്ധിയായിട്ട് വേണം എന്നെ കൊണ്ടുപോകാനായിട്ട്. ദേവി പറയണം, അല്ലാണ്ട് അങ്ങ് വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ആരും കാണാതെ ഇറങ്ങി വരാനൊന്നും ഞാൻ പുരാന്തരചരീമനിഷത്യബന്ധും താമുദ്ഭവേ കഥമതി പ്രവദാന്യുപായം പൂർവേദ്വിരസ്യ മഹതീ കുലദേവി യാത്രാം വാചാം ഏവം ഭഗവതാ തന്മീരാമേണ പ്രതിബോധിതാ വൈമനസ്യം പരിത്യജാമനോ ബുദ്ധ്യാ സമാധേ പ്രാണാവശേഷോ സൃഷ്ടോദർഭരശതബല പ്രഭാകരൻ വിധൂപകരണം വിധുതാത്മമനോരഥാം ചക്രേ ഭോജഗടം നാമാനിവാസായ മഹൽപരം അഹത്വാ കുമ്മതിം കൃഷ്ണാമപ്രത്യൂഹേ വീയസിംഹുന്ദിനം ന പ്രവേശ്യാമീത്യുക്താ തപ്രാവതൽസുഷാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻ വിശ്വസുതാമേവം നൃത്യത്യ ഭൂമിവാൻ ജയമാനീയവിധിവദ വയേമേ ഗുരുദ്വഃ ഗോവിന്ദനാഥം ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ 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 നാരായണ. സ്വസ്തി നോ വേദാമശ്ചനാ ഭഗസ്വസ്തി അതിരനർവണ സ്വസ്തി ഭൂതാം അസുരോ ദധാതു ന സ്വസ്തി ദ്യാവാ പൃഥിവീ സുചേതന സ്വസ്തയേ വായുമുപബ്രമാമഹേ സോമം സ്വസ്തി ഭുവനസ്യസ്പതിം ബൃഹസ്പതിം സർവഗണം സ്വസ്തയേ സ്വസ്തയ ആദിത്യാസോ ഭവന്തു ന വിശ്വേ ദേവാനോദ്യാ സ്വസ്തയേ സ്വൈശാനിലോ അസുരഗ്നിസ്വസ്തയേ ദേവാ അവം ഉർഭവ സ്വസ്തയേ സ്വസ്തി നോ രുദ്രപാത്വം ഹസാ സ്വസ്തി മിത്രാപരിണാ സ്വസ്തി ബദ്ധേ രേവതി സ്വസ്തി ന ഇന്ദ്രശ്ചാഗ്നിശ്ച സ്വസ്തി നോ അതിതേ കൃതേം സ്വസ്തി ബന്ധാമരുചരേമാ സൂര്യാചന്ദ്രമസാമിവ പുനർദധാ അഗ്നദാ ജാനദാ സംഗമേ മഹേ ഛായായാം പാരിജാതസ്യാ ഹേമസിംഹാസനോപരി അസീനമം പദശ്യാമം മായദാക്ഷമലം പാവം ശ്രീവത്സാങ്കിതവക്ഷസം പുഷ്മണീ സമാശ്രേ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരേ നാരായണ ഹരേ നാരായണ ഭഗവാൻ വിശ്വസ്താമേവം നർച്ചിത്യ ഭൂമിവാൻ പരമാനീയവേ മേ ഗുരുദ്ധാം തഥാമഹോത്സവോ നൃണാം വിദുപര്യാം ഗൃഹേ ഗൃഹേ അബോധനിന്ന ഭാവാനാഗത്മേ പ്രതിപദോ നൃവാം നരാനാദിഷ്ടമൃതാപ്രമസ്ത്രമണികുണ്ടലാ പാരിവർക്കമുപാചുക്രോവരയോ ചിത്രവാസുസോം സാവിഷ്ടവരുത്തമഭേന്ദ്രകേതവർവിചിത്രമാല്യാംബരരത്നതോരണേ ബഭോ പ്രതിദ്വാരുപക്ലപ്തമംഗളേരാ പൂർണ്ണകുംഭാഗരുഭൂപദീപകൈഹേ സിക്തമാർഗാമദച്ചുൽഭര ആകൂതപ്രേഷ്ടഭൂപുജാം ഗജേർദ്വാപ്തുപരാമസ്താരംഭാപൂഗോപശോഭിതാ പുരുഷൃഞ്ജേകൈകേവദർഭയതു കുന്ദയാം സോമഹുതിരേ തസ്മിൻ സംഭ്രമാത് പരിധാപതാം
രുക്മിണ്യാകരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ചാതുഭോവർപ്രശവിസ്മിതാ ദ്വാരകായാമഭോദ്രാജൻ മഹാമോദപുരോഗസാം രുക്മിണ്യാരമയോപേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാൽമീക്യാം സ്മിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യദ്വാഹേ തതോപഞ്ചാശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ കുട്ടിയെ കൊണ്ടൊരു പറന്നറപ്പിച്ചു. ദേവിയുടെ വിഗ്രഹം എടുത്തു. അത് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ നിറപുറ സമർപ്പിക്കണമെങ്കിൽ അതിനുള്ള സമയമാണ്. രുക്മിണി സമേതന മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളം ഏവർക്കും നേരിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേരിടട്ടെ. മന്മഥ മാരുതേശം കൺമണിയാകിയ രുക്മിണിയെ സമോദം കേളി കഴിച്ചു വാഴോ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേരിടട്ടെ. രുക്മിണി സമ്പൂരാക്കി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യമാധവ നന്ദജനീ കൈവലിച്ചെന്നതും ഭാഗ്യമായി. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേരിടട്ടെ. പുണ്യമീയാർജിച്ചു മോദം പുണ്യബന്ധത്തിങ്കൽ മാല ചാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യം ഉലകിലുയർന്നിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേരിടട്ടെ. പ്രേമത്തോടുന്നു വിളിച്ചെന്നാട് സമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പീഡിച്ചു കരയുന്നോരേ പാടി പീഡിച്ചവൻ പാടിച്ചേരും. ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തിക്കമ്മ രുക്മിണിക്ക് ദുർഘവിനാശന കാരണേ ഛായാപദത്തെ നൽകി. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേരിടട്ടെ.
കേട്ടാലും ഭഗവതി കാരുണ്യത്തിൽ ലോകത്തിൽ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളങ്ങൾ സജ്ജനങ്ങൾ പഞ്ചസാരം നേടും നമ്മുടെ സുന്ദര രാമനേ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ കാലിന്റെ മുന്നയിൽ പ്രാർത്ഥിക്കുന്ന നാരദർ കൂടി കൊടുത്തിവിടെ മോഹവിമോഹനായ ലോകത്തിൽ മംഗളം 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 ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ പുത്തനാക്കിയൊരു പാതകയിൽ ആത്മോദം നാടും മുറ്റത്തായി ഉത്തമസ്ത്രീകൾ വിധിച്ച പോലെ കൂടി മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ ആരപ്പുവക്കിലും ആനന്ദമെത്തുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തോട് ആഘോഷിക്കപ്പെട്ടുവെന്ന പോലെ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ ജനജ്ഞരോടിയ വേറിയൊട്ടും പാവനമന്ദേവി പൂജകളും എന്തെല്ലാ സത്യം സമ്മാനവും ഒന്നും വിവരിക്കാനൊട്ടുമാറാ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യാന്യ കല്ലാപലീലയോടും മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ നന്ദത്തോടേകുന്ന വമ്പികെ നീ താരം തുണയ്ക്കുക ഞങ്ങളെ നീ ആദിത്യം കൂടാതെ മംഗളത്തെ നിന്നും പാടുവാനാ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ അംബികാപാദാരവിന്ദ വന്ദനങ്ങൾ ചെയ്തുകൊണ്ട് പൂജാക്ഷി മാർത്തോടുന്ന രാജകന്യയും ആളിമാർമാനോജ്ഞ പാണി സാദരം പിരിച്ചുകൊണ്ട് ചെളിയാടി മെല്ലെ മെല്ലെ മല്ലലോചനേ നാരായണ 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 നാരാ ഗോവിന്ദ
സന്താനഗോപാലൻ എന്ന ഭാഗമുണ്ട്. സന്താനദുരിതം അനുഭവിക്കുന്നവര്, കുട്ടികളില്ലാത്തവര്, ഇവർക്കൊക്കെ ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ്. സന്താനം തിരക്കൂട്ടാണ്ട് ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തുപോകും. ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തുപോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും.